എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും നമസ്കാരം. ഒപ്പം സൈഡ് ലൈറ്റ്സിന്റെ മറ്റൊരു യൂറോപ്പ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. സൈഡ് ലൈറ്റ്സിന്റെ ഈ എപ്പിസോഡിൽ വെനീസ് നഗരത്തിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുക. നോർത്തേൺ ഇറ്റലിയിൽ അഡ്രിയാറ്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹമാണ് വെനീസ്. 118ഓളം വരുന്ന ഈ ദ്വീപുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് 400-ലേറെ പാലങ്ങളാണ്. ഇറ്റാലിയൻ ഭാഷയിൽ വെനേഷ്യ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രദേശം ക്വീൻ ഓഫ് അഡ്രിയാറ്റിക്, സിറ്റി ഓഫ് ലവ്, സിറ്റി ഓഫ് കനാൽസ് എന്നിങ്ങനെ പല പ്രയോഗങ്ങളിലൂടെ വിശേഷിക്കപ്പെടുന്നു. വില്യം ഷേക്സ്പിയറുടെ വിഖ്യാതമായ മർച്ചന്റ് ഓഫ് വെനീസ് എന്ന നാടകത്തിലെ കഥാകേന്ദ്രമായ വെനീസ് AD 8-ാം ആണ്ടിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ മലയാളികൾ കിഴക്കിൻ്റെ വെനീസ് എന്നൊക്കെ നമ്മുടെ ആലപ്പുഴ നഗരത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അത് എത്രമാത്രം യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. വെനീസിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് ഓസ്ട്രിയയിൽ നിന്നാണ്. 190 മീറ്ററോളം ഉയരമുള്ള ഒരു കാലത്ത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പാലമായി അറിയപ്പെട്ടിരുന്ന യൂറോപ്പ ബ്രിഡ്ജാണ് ഈ യാത്രയിൽ ആദ്യം കടന്നുപോയത്. ഓസ്ട്രിയയ്ക്കും ഇറ്റലിക്കുമിടയിൽ ആൽപ്സ് പർവ്വതനിരകളെ തുളച്ചു കിടക്കുന്ന ബ്രന്നർ പാസ് അഥവാ ബ്രന്നർ ചുരം കടന്നാൽ ഇറ്റലിയിലെ പഡോവ എന്ന പ്രൊവിൻസിലെത്താം. പാദുവ എന്ന പേരിലും അറിയപ്പെടുന്ന ഈ പ്രൊവിൻസിന്റെ ഭാഗമാണ് വെനീഷ്യയും. ഇന്ത്യൻ ഭൂപ്രകൃതിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രദേശങ്ങളും കണ്ടുകൊണ്ടുള്ള ഈ യാത്ര അവസാനിച്ചത് ഫുസീന എന്ന തീരത്താണ്. ഇറ്റാലിയൻ തീരപ്രദേശത്തിന്റെ ഭാഗമായ ഫുസീന എന്ന ഈ സ്ഥലത്ത് നിന്നാണ് വെനീസ് എന്ന ദ്വീപിലേക്കുള്ള യാത്ര നമ്മൾ ബോട്ട് മാർഗം ആരംഭിക്കുന്നത്. അഡ്രിയാറ്റിക് സമുദ്രത്തിലൂടെയുള്ള ഈ ബോട്ട് യാത്രയ്ക്കിടെ തന്നെയായിരുന്നു സമോസയും മിസൽപാവും ഗുലാബ് ജാമുനും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിഭവങ്ങളെല്ലാം ചേർന്ന കുശാലായ ഉച്ചഭക്ഷണവും. ബോട്ട് വെനീസിനോടടുക്കുമ്പോൾ പതിയെ ദൃശ്യമായ വെനീസ് തീരക്കാഴ്ചകളും അതിമനോഹരമായിരുന്നു. അരമണിക്കൂറോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ ബോട്ട് വെനീസ് തീരത്തോടടുപ്പിച്ചു. ഗബ്രിയേല എന്ന ലോക്കൽ ടൂറിസ്റ്റ് ഗൈഡ് അവിടെ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഗബ്രിയേലയ്ക്ക് ഇറ്റാലിയൻ ഭാഷയിൽ ഒരു ഹലോ പറഞ്ഞു. ഇറ്റാലിയൻ ആക്സന്റിലുള്ള ഇംഗ്ലീഷിലായിരുന്നു ഗബ്രിയേലയുടെ സംസാരവും സ്ഥലവിവരണവുമെല്ലാം. ഒന്നുകിൽ കാൽനടയായോ അല്ലെങ്കിൽ കനാലുകളിലൂടെ വഞ്ചികളിലൂടെയോ മാത്രമാണ് വെനീസ് നഗരം നമുക്ക് ചുറ്റിക്കാണാനാവുക. മുന്നോട്ട് നടക്കുന്നതിനിടെ വെനീസിലെ പഴയ ഭരണാധികാരികളായിരുന്ന ഡ്യൂക്കുമാർ താമസിച്ചിരുന്ന ഡോജേസ് പാലസ് എന്ന കെട്ടിടവും അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് ഗവൺമെന്റ് കെട്ടിടങ്ങളും കൂടാതെ മുൻകാലങ്ങളിൽ തടവുകാരെ പാർപ്പിച്ചിരുന്ന ജയിലും ഗബ്രിയേല കാണിച്ചു തന്നു. ഡോജേസ് പാലസിന് തൊട്ടു പിന്നാലെയുള്ള കോർട്ട് റൂമുകളിൽ നിന്നും ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികൾ ഈ ചെറിയ പാലം കടന്നാണ് തൊട്ടപ്പുറത്തുള്ള ജയിലുകളിലേക്ക് എത്തുന്നത്. പാലത്തിന്റെ ചുവരുകളിലുള്ള ചെറിയ വിടവുകളിലൂടെ അവർക്ക് വെനീസ് നഗരം അവസാനമായി ഒന്ന് കാണാൻ അവസരം ലഭിക്കുമത്രേ. അതിനാൽ തന്നെ ബ്രിഡ്ജ് ഓഫ് സൈസ് എന്നാണ് ഈ പാലം അറിയപ്പെടുന്നത്. ഡോജേസ് പാലസിന് തൊട്ടു പിന്നാലെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള സെന്റ് മാർക്ക് ബസിലിക്ക, സെന്റ് മാർക്ക് സ്ക്വയർ, ക്ലോക്ക് ടവർ എന്നിവ സ്ഥിതി ചെയ്യുന്നത്. വെനീസ് നഗരത്തിന്റെ കാവലാളായി കരുതപ്പെടുന്ന സെയിന്റ് മാർക്ക് എന്ന വിശുദ്ധന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് സെന്റ് മാർക്ക് സ്ക്വയർ. ആയിരക്കണക്കിന് സന്ദർശകരാണ് ദിവസേന ഇവിടം കാണാനെത്തുന്നത്. ഇത്തരം കെട്ടിടങ്ങളൊക്കെ യൂറോപ്പിലെ ഒരുമാതിരി എല്ലാ പുരാതന നഗരങ്ങളിലും കാണാമല്ലോ എന്നായിരിക്കും നിങ്ങൾ പറയുക. എന്നാൽ വെനീസിൽ മാത്രം കാണാനാവുന്ന ഒരു കാഴ്ചയിലേക്കാണ് സൈഡ് ലൈറ്റ്സ് ഇനി നിങ്ങളെ കൊണ്ടുപോകുന്നത്. സിറ്റി ഓഫ് കനാൽസ് എന്നറിയപ്പെടുന്ന വെനീസിലെ എണ്ണമറ്റ കനാലുകളിലൂടെ വഞ്ചിയിലൊരു യാത്ര. 5 പേർക്ക് കയറാവുന്ന ഇത്തരം ചെറുവഞ്ചികൾക്ക് ഗൊണ്ടോല എന്നാണ് പറയുന്നത്. വെനീസിൽ പലയിടത്തും ഇത്തരം വഞ്ചി യാത്രകൾ ബുക്ക് ചെയ്യുന്നതിനായി ഗൊണ്ടോല സ്റ്റേഷനുകൾ കാണാം. ഫിലിം ഹീറോകളെ അനുസ്മരിപ്പിക്കുന്ന സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ തുഴഞ്ഞ ഗൊണ്ടോലയിലാണ് ഞങ്ങൾ വെനീസിലെ കനാലുകളിലൂടെയുള്ള യാത്ര ആരംഭിച്ചത്. കഷ്ടിച്ച് 3 മീറ്റർ മാത്രം വീതിയുള്ള ഇടുങ്ങിയ കനാലുകളിലൂടെ ആയാസരഹിതമായി ഗൊണ്ടോല തുഴയുന്നതിനിടെ അയാൾ നീട്ടിയും കുറുക്കിയുമുള്ള പതിവ് ഇറ്റാലിയൻ ശൈലിയിലല്ലാതെ നല്ല മനോഹരമായ ഇംഗ്ലീഷിൽ അവിടുത്തെ ഓരോ കെട്ടിടങ്ങളും കാഴ്ചകളും വിവരിച്ചു തന്നു. ലൈവ് മ്യൂസിക് ആസ്വദിച്ചുകൊണ്ട് ഗൊണ്ടോല സവാരി നടത്തുന്ന ചിലരെയും യാത്രക്കിടയിൽ ഞങ്ങൾ കണ്ടു. അസംഖ്യം ചെറു കനാലുകൾ താണ്ടി ഞങ്ങളുടെ ഗൊണ്ടോല ഒടുവിൽ വെനീസിലെ ഏറ്റവും വലിയ കനാൽ എന്നറിയപ്പെടുന്ന ഗ്രാൻഡ് കനാലിലെത്തി. അവിടെ നിന്നും വെനീസിലെ ഏറ്റവും പ്രശസ്തമായ റിയാൾട്ടോ ബ്രിഡ്ജ് എന്ന പാലം കണ്ടു. സമുദ്രനിരപ്പിൽ തന്നെയോ അതിന് താഴെയോ സ്ഥിതി ചെയ്യുന്ന വെനീസ് നഗരത്തിലെ പല പഴയ കെട്ടിടങ്ങൾക്കും കാലക്രമേണ ചെറുതായി ചെരിവുണ്ടാകാറുള്ളതായി ഗൊണ്ടോല തുഴയുന്നയാൾ പറഞ്ഞു. ഈ കനാലുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വെനീസ് നഗരം ചുറ്റിക്കാണുക എന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ്. ഗൊണ്ടോല സവാരി ഇല്ലാതെയുള്ള വെനീസ് സന്ദർശനം തീർത്തും അപൂർണം തന്നെ.
ഗൊണ്ടോല സവാരിക്ക് ശേഷം ഫുസീനയിലേക്കുള്ള മടക്കയാത്രയ്ക്കായി ബോട്ട് സ്റ്റേഷനിലേക്ക് നടക്കുന്നതിനിടെ വഴിയരികിൽ ആഹ്ലാദവാന്മാരായ ഒരു കൂട്ടം അർജന്റീനിയൻ ടൂറിസ്റ്റുകളെ കണ്ടു. അഡ്രിയാറ്റിക്കിന്റെ റാണിയുടെ ഒരു സുന്ദര ചിത്രം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങളും വെനീസ് എന്ന ആ പുരാതന നഗരത്തിനോട് വിട പറഞ്ഞു. സൈഡ് ലൈറ്റ്സിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? അതുകൂടാതെ ചാനലിൽ കാണിച്ചിരിക്കുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ ഇനിയും ഇത്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.